ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരു ദിവസം രാത്രി എൻ്റെ കൂടെ ഉറങ്ങിയ തങ്ങളെ പാതിരാത്രി ആകുമ്പോൾ കാണുന്നില്ല. നോക്കുമ്പോൾ ജന്നത്തുൽ ബഖീലുണ്ട്, അവിടുന്ന് നിസ്കരിക്കുക. എന്താണ് കാര്യമായിട്ട് നിസ്കാരത്തിൽ ഓതുന്നതെന്നൊക്കെ നോക്കാൻ വേണ്ടി ഞാൻ ബേക്കിൽ പോയി. അപ്പോൾ ഫാത്തിഹ ഒക്കെ ഓതി ദീർഘനേരം എൻ്റെ ഉമ്മത്തിന് പുറത്തു കൊടുക്കണേ എന്ന് ദുആർക്കുക. റുക്കൂയിലും അങ്ങനെ തന്നെ ദുആ, സുജൂദിലും അത്തഹിയ്യാത്ത് കഴിഞ്ഞിട്ടും. നിസ്കാരം കഴിഞ്ഞ് ഞാൻ തന്നെ ചോദിച്ചു തങ്ങളോട്, അല്ല നബിയെ, ഉമ്മത്തിനെ കിട്ടുമ്പോൾ എല്ലാം മറന്നുപോയോ? ഖുർആനോത്തൊക്കെ കുറഞ്ഞോ? എന്താ കാരണം? അപ്പോൾ ആയിഷ ബീവിനോട് തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ ഈ ദുനിയാവിൽ ജീവിക്കുന്ന എൻ്റെ ഉമ്മത്തിനാണ്. ഖബറിലെത്തിയാലും എൻ്റെ ഉമ്മത്തന്നെ എൻ്റെ മനസ്സിൽ ഓർമ്മ ഉണ്ടാവുള്ളൂ, പിന്നെ മഹ്ശറിലും എൻ്റെ ഉമ്മത്തന്നെ. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി ദ്വാരുന്ന ആരെങ്കിലും ഉണ്ടാവുമോ ലോകത്ത്? ഞാൻ സ്വർഗത്തിൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളതിനേക്കാൾ ലോകത്ത് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമ്മുടെ നേതാവിന് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഏത് ഉപ്പയായാലും ഉമ്മയായാലും അവനവൻ സ്വർഗത്തിലെത്തിയിട്ടല്ലേ ബാക്കിയുള്ള ആളുടെ കാര്യം നോക്കുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ സ്വർഗം ഉദ്ഘാടനം ചെയ്തിട്ട് തിരിച്ചു വരും സിദ്ദീഖ് റളിയല്ലാഹു അവിടെ ഏൽപ്പിച്ചിട്ട്. എന്നിട്ട് പറയും, ഞാൻ ഈ സ്വർഗത്തിൽ സുഖിച്ചാൽ എന്നെ നോക്കി അന്വേഷിച്ച് വരുന്ന പാവപ്പെട്ട ഉമ്മത്തിനെ മലക്കളങ്ങാനും വിചാരണ ചെയ്ത് നരകത്തിലെത്തിയാലോ, എനിക്കത് താങ്ങൂല എന്ന് പറഞ്ഞിട്ടാണ് സ്വർഗം ഉദ്ഘാടനം ചെയ്തിട്ട് തിരിച്ചു വരുന്നത്. ഈ നേതാവിനെ നമ്മൾ എത്ര സ്നേഹിക്കേണ്ടത്? ഈ നേതാവിനെ സ്നേഹിക്കണം എന്ന് പറയാൻ ഇനി കുറേ ഖുർആനായത്തും ഹദീസൊക്കെ വേണോ? തെളിവൊക്കെ വേണം? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ.